കൊല്ലം നഗരത്തെ വിറപ്പിച്ച ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയിൽ ക്രൂര കൊലപാതകം നടന്നിട്ട് മണിക്കൂറുകൾ 48 ആകുന്നു. കരുനാഗപ്പള്ളിയിൽ വധശ്രമ കേസ് പ്രതിയെ വീട്ടിൽ കയറി വെട്ടിയും അടിച്ചും കൊന്നുകളഞ്ഞത് ഇന്നലെ രാവിലെ. സന്തോഷിനെ കൊലപ്പെടുത്തിയ 5 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള മേമന സ്വദേശി രാജപ്പൻ അടക്കമുള്ളവരാണ് പിടിയിലായത്. അപ്പോഴും കേസിലെ മുഖ്യപ്രതിയായ അലുവ അതുൽ അടക്കമുള്ളവർക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. സന്തോഷിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ 4 സംഘത്തിലെ പ്രധാനി മേമന സ്വദേശി രാജപ്പൻ. ആലപ്പുഴ ജില്ലയിലെ വള്ളിയൂരിന് സമീപം കാമ്പിശ്ശേരി ജംഗ്ഷനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. സന്തോഷിന് നേരെ പ്രയോഗിച്ച സ്ഫോടക വസ്തു നിർമ്മിച്ചു നൽകിയത് രാജപ്പനാണെന്ന് പോലീസ് പറഞ്ഞു. പ്രധാന പ്രതികൾക്ക് സഹായം നൽകിയ ചക്കര അതുൽ എന്ന് വിളിക്കുന്ന അതുലും പിടിയിലായിട്ടുണ്ട്. സംഭവ ദിവസം പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. കൊലപാതകത്തിൽ ഇവരുടെ പങ്കിനെക്കുറിച്ച് പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ നിന്നാണ് ബാക്കി 4 പേരും പിടിയിലായത്. 1-ാം പ്രതി അലുവ അതുൽ എന്ന് വിളിക്കുന്ന അതുൽ, 2-ാം പ്രതി പ്യാരി, 3-ാം പ്രതി മൈന ഹരി എന്ന് വിളിക്കുന്ന ഹരി. ഈ 3 പേരെയുമാണ് ഇനി പിടികൂടാനുള്ളത്. മയക്കുമരുന്ന് കച്ചവടം, കൊലപാതക ശ്രമം അടക്കമുള്ള വിവിധ കേസുകൾ പ്രതിയാണ് ഇവരെല്ലാവരും തന്നെ. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ വള്ളികുന്ന് സ്വദേശി പങ്കജ് മേനോൻ സന്തോഷിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഓച്ചിറ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് 2 ഗുണ്ടാസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓച്ചിറ ഗുണ്ടാസംഘത്തിന് നേതൃത്വം നൽകിയവരാണ് കൊലപാതകം നടത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷും പങ്കജും സുഹൃത്തുക്കളായിരുന്നു. 2019-ൽ ഇരുവരും തമ്മിൽ അകന്നു. ആ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്യാമറമാൻ ഷാനോസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.